friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഡിപ്രീസിയേഷൻ? ഡിക്രീസിങ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഓരോ ഫിക്സ്ഡ് അസറ്റിൻ്റെയും വാല്യൂവിൽ വരുന്ന തേയ്മാനത്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2-3 മെത്തേഡുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകളാണ്. ഒന്നാമത്തത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ 2 മെത്തേഡിലും എങ്ങനെയാണ് എക്സൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് ഈക്വൽ SLN ഫംഗ്ഷൻ. SLN ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് SLN ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ പർച്ചേസ് കോസ്റ്റ് ആണ് കൊടുക്കാനുള്ളത്. ഞാൻ ഇവിടെ ഒരു 40,000 ആണ് പർച്ചേസ് കോസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അതായത് അസറ്റ് വാങ്ങുമ്പോഴുള്ള വിലയാണ്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് സാൾവേജ് ആണ്, അത് ഞാൻ ഇവിടെ ഒരു 10,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈഫ് 5 വർഷമാണ് നമ്മൾ ആ അസറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാനിവിടെ ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട് ഈക്വൽ SLN ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നത്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം കൊടുക്കാനുള്ളത് കോസ്റ്റ് ആണ്. അപ്പൊ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ കോസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു 40,000 സെലക്ട് ചെയ്യുക, ദെൻ കോമ, അടുത്തത് സാൾവേജ്, ദെൻ കോമ, അടുത്തത് ലൈഫ് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് കാണാം. 6,000 ആണ് ഓരോ ഇയറിലും ഡിപ്രീസിയേഷൻ വരുന്നത്. ഇനി സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും പോയിട്ട് കാണേണ്ട ആവശ്യമില്ല, എല്ലാ വർഷവും ഈ സെയിം എമൗണ്ട് തന്നെ വരും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ 40,000 നിന്ന് 6,000 പോയി, ബാക്കി 34,000 ആയി. ഇനി അടുത്ത ഇയർ വരുമ്പോൾ 34,000 നിന്ന് 6,000 പോയി കഴിഞ്ഞാൽ 28,000 ആയി. ഇനി 28,000 നിന്ന് 6,000 പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ എമൗണ്ട് കിട്ടും 22,000. ദെൻ വീണ്ടും അടുത്ത ഇയർ ആവുമ്പോൾ 22,000 മൈനസ് 6,000 കൊടുത്തു കഴിഞ്ഞാൽ 16,000 വന്നു. ഇനി 5ാമത്തെ വർഷം നമ്മൾ നോക്കുമ്പോൾ 16,000 നിന്ന് 6,000 പോയി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കിട്ടും 10,000. അപ്പൊ 5 വർഷം കഴിഞ്ഞാൽ ആ അസറ്റിന്റെ വാല്യൂ 10,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് സാൾവേജ് എന്ന് നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള 10,000. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ ഇയറും സെയിം എമൗണ്ട് ആണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഓരോ ഇയറിലും എമൗണ്ടിൽ കുറവ് സംഭവിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈക്വൽ അമോർഡ് GRC ഫംഗ്ഷൻ. അതും ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് ഒന്ന് പർച്ചേസ് കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റ്, ഫസ്റ്റ് പീരീഡ്, സാൾവേജ് വാല്യൂ, പീരീഡ്, റേറ്റ്, ഇത്രയാണ് നമുക്കിതിൽ അസറ്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ കൊടുക്കാം ഈക്വൽ അമോർഡ് GRC. ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ താഴെ നമുക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് കാണിച്ചു തരും. ഫസ്റ്റ് കൊടുക്കേണ്ടത് കോസ്റ്റ് ആണ്, പർച്ചേസ് ഡേറ്റ്, ഫസ്റ്റ് പീരീഡ്, സാൾവേജ്, പീരീഡ്, റേറ്റ്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് പർച്ചേസ് കോസ്റ്റ് സെലക്ട് ചെയ്യാം, ദെൻ കോമ, അടുത്തത് പർച്ചേസ് ഡേറ്റ്, കോമ, അടുത്തത് ഫസ്റ്റ് പീരീഡ്, ദെൻ കോമ, അടുത്തത് സാൾവേജ്, കോമ, പീരീഡ്. അങ്ങനെ ഓരോ നമ്മൾ കറക്റ്റായിട്ട് സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ റേറ്റ് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കിട്ടും. 10,328 ആണ് അസറ്റിൻ്റെ മുകളിൽ ആ ഇയർ വന്നിട്ടുള്ള ഫസ്റ്റ് പീരീഡിൽ കിട്ടിയിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു 2 മെത്തേഡുകളും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും